എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോർഷൻ സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ. സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ ഓഫ് ഫോഴ്സസ്. എന്താണ് സൂപ്പർപൊസിഷൻ എന്ന് പറയുന്നത്? ഫസ്റ്റ് ഇയറിൽ നമ്മൾ വേവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. സൂപ്പർപൊസിഷൻ ഓഫ് വേവ്സ്, കൂടിച്ചേരൽ അല്ലേ? ഒരുപാടെണ്ണം ഉള്ളപ്പോൾ ഒരു സ്ഥലത്ത് കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റ് എന്താണ്, കൂടിച്ചേരുമ്പോൾ എന്ത് ലഭിക്കും, അതാണ് സൂപ്പർ പൊസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അപ്പോൾ അതേപോലെ കൂളം ഫോഴ്സിലും സൂപ്പർ പൊസിഷൻ ആപ്ലിക്കബിളാണ്. നമുക്കറിയാം കൂളം ഫോഴ്സ് വരുന്നത് ചാർജുകളുടെ കേസിലാണ് അല്ലേ? അപ്പോൾ യു അസ്യൂം ദാറ്റ് a charge is placed at a point. I am taking this charge as Q1. See this Q1. Q1 is placed here. Ready? And there are so many other charges nearer to Q1. See, this is Q2. This is Q3. This is Q4. ഈ ചാർജുകളെല്ലാം, ഈ 3 ചാർജും ഇതിനടുത്തായിട്ട് സമീപത്തായിട്ട് നിൽക്കുകയാണ്. റെഡി? അപ്പോൾ എ ചാർജ് Q1 ഈസ് പ്ലേസ്ഡ് അറ്റ് ദിസ് പോയിൻറ്റ്. ദർ ആർ അതർ ചാർജസ് Q2, Q3, Q4 നിയറർ ടു Q1. See, Q2 is at a distance of R12 from Q1 and Q3 is at a distance of R13 from Q1 and Q4 is at a distance of R14 from Q1. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ Q2, Q3, Q4 എല്ലാം ഇവിടെ പോസിറ്റീവ് ചാർജുകളാണ്. ഇതിനടുത്തായിട്ട് Q1 ഉണ്ട്. അപ്പോൾ നമുക്കറിയേണ്ടത് Q1ൽ കിട്ടുന്ന എഫക്റ്റീവ് ഫോഴ്സ്, എത്ര ഫോഴ്സാണ് Q1ന് കിട്ടുന്നത്. അപ്പോൾ Q1ൻ്റെ ഇലക്ട്രിക് ഫീൽഡിലാണ് ഇതുള്ളത്. അതുകൊണ്ടാണല്ലോ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് Q1. അപ്പോൾ Q1ൻ്റെ ഇലക്ട്രിക് ഫീൽഡിൽ ഇത് നിൽക്കുകയാണ്. അപ്പോൾ ഇത് Q1 എന്ന് പറയുന്നത് എത്ര എഫക്റ്റീവ് ഫോഴ്സ്, നെറ്റ് ഫോഴ്സ് എത്ര ഇതിനുണ്ടാകും. അപ്പോൾ ഈ ഫോഴ്സ് എക്സെർട്ട് ചെയ്യുന്നത് Q2, Q3, Q4 ആണല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഒരു കണ്ടീഷൻ വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് അത് Q2 എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സ് കാണണം, പിന്നെ Q3 എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സ്, പിന്നെ Q4 എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സ്. നോക്കൂ, Q2 എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സിനെ ഞാൻ F12 എന്ന് വിളിച്ചു. F12 എന്താണ് നമുക്ക് നേരത്തെ അറിയാം. എന്താണ്? ഫോഴ്സ് ആക്ടിങ് ഓൺ ഫസ്റ്റ് ചാർജ് അല്ലേ, Q1 ബൈ Q2 അല്ലേ. അപ്പോൾ Q1ൽ എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സാണ് F12. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു R12. നേരത്തെ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? R12 കൊടുക്കുന്നത് എങ്ങനെയാണ്? അപ് ടു 1 ഫ്രം 2, അങ്ങനെയാണ് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതേപോലെ Q3 എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സിനെ ഞാൻ F13 എന്ന് വിളിക്കുന്നു. F13 അപ്പോൾ എങ്ങനെ പറയാം? ഫോഴ്സ് ആക്ടിങ് ഓൺ Q1 ബൈ Q3. അങ്ങനെയാണെങ്കിൽ Q1നും Q3ക്കും ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? R13. ഇതുപോലെ Q4 എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഇതിൽ Q1ൽ ഏതായിരിക്കും? അത് അത് തന്നെയാണ് F14. ഫോഴ്സ് ആക്ടിങ് ഓൺ Q1 ബൈ Q4. What is the distance between Q1 and Q4? R14. അങ്ങനെയാണെങ്കിൽ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് ഈ Q1ൽ ആക്ട് ചെയ്യുന്ന എഫക്റ്റീവ് ഫോഴ്സ് എപ്പോഴും ഈ ഓരോ ചാർജുകളും എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സുകളുടെ വെക്റ്റർ സമ്മാനിക്കും. ആ ഒരു ടേം നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. അപ്പോൾ വെക്റ്റർ സമ്മ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, സോ ദി ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഗിവൺ ചാർജ് ഈസ് ദി വെക്റ്റർ സം ഓഫ് forces
exerted on it by all the other charges. മറ്റെല്ലാ ചാർജുകളും എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സുകളുടെ വെക്ടർ സം എടുക്കുമ്പോൾ, ഈ ഒരു ടേമാണ് പ്രധാനം, വെക്ടർ സം എടുക്കുമ്പോൾ അതിൽ കിട്ടുന്ന ടോട്ടൽ ഫോഴ്സ് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ Q1-ൽ കിട്ടുന്ന ടോട്ടൽ ഫോഴ്സ് എങ്ങനെയാണ് കാണുന്നത്? ദി ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഗിവൺ ചാർജ് ഈസ് ദി വെക്ടർ സം ഓഫ് ഫോഴ്സസ് എക്സെർട്ടഡ് ഓൺ ഇറ്റ് ബൈ ഓൾ ദി അതർ ചാർജസ്. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാമല്ലോ, ദെൻ വാട്ട് ഈസ് ദി ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ Q1? Q1-ൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സിനെ ഞാൻ എഫ് എന്ന് വിളിക്കുന്നു. എഫ് ഈസ് ഈക്വൽ ടു എന്ത് വന്നു? ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഈ ഫോഴ്സുകളുടെ വെക്ടർ സം ഏതൊക്കെ എഴുതും? എഫ് 1 2 വെക്ടർ സം, ഇതിനും വെക്ടർ കൊടുക്കാം, പ്ലസ് F13 വെക്ടർ പ്ലസ് F14 വെക്ടർ പ്ലസ് എറ്റ്സെട്ര അപ് ടു F1n. പിടി കിട്ടിയോ? F1n എന്ന് പറയുന്നത് nth ചാർജ്. ഇപ്പോൾ 1000 ചാർജുണ്ട്, 2000 ചാർജുണ്ട്, 100 ചാർജുണ്ട്, അതിനെല്ലാം സൂചിപ്പിക്കാനാണ് n ചാർജസ് ഉണ്ടെങ്കിൽ ഈ ഇക്വേഷൻ കൊടുക്കണം. സോ ദിസ് ഈസ് ദി സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഇങ്ങനെ വെക്ടർ സം എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ അഡിഷൻ വേണമെങ്കിൽ കൊടുക്കാം. സോ എഫ് ഈസ് ഈക്വൽ ടു അല്ലേ, F12 നമ്മളെങ്ങനെ എഴുതും? K ഇൻറ്റു Q1 Q2 ബൈ R12 സ്ക്വയർ ഇൻറ്റു F12 അല്ലേ, അപ്പം R12 ക്യാപ് പ്ലസ് അടുത്ത F13 എങ്ങനെ എഴുതും? K ഇൻറ്റു K എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മറ്റേ കോൺസ്റ്റൻ്റ് ആണ്, 1/4πε0 ഫ്രീ സ്പേസിലാണെങ്കിൽ Q1 Q3 ബൈ R13 സ്ക്വയർ ഇൻറ്റു R13 ക്യാപ് അല്ലേ, പ്ലസ് K ഇൻറ്റു അടുത്തത് 14 Q1 Q4 ബൈ R14 സ്ക്വയർ ഇൻറ്റു R14 ക്യാപ്. അങ്ങനെ പോകുന്നു അല്ലേ, അങ്ങനെ അപ് ടു n വരെ, n ടേംസ് നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ അപ് ടു n ടേംസ്. ഓക്കെ, സോ ഓരോ ടേമും എങ്ങനെയാണ് എഴുതുന്നതെന്ന് ഇതേപോലെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. അങ്ങനെ n ടേംസ് നമുക്ക് എഴുതാൻ പറ്റും. ഇതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, ഇപ്പോൾ ഇതുപയോഗിച്ച് കൂടുതലും പ്രോബ്ലംസ് ആയിട്ട് ന്യൂമറിക്കൽസ് ചെയ്യാനായിട്ടാണ് കൂടുതലും വരാറുള്ളത്. അപ്പോൾ അതിൽ 1-2 എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ +2 കൂളോം, ഇവിടെ +2 കൂളോം ഇരിക്കുന്നു, ഇവിടെ ഒരു 1 കൂളോം ഇരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നു 1 കൂളോമിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എത്ര? അപ്പോൾ 1 കൂളോമിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഈ രണ്ട് ചാർജ്, ഇത് രണ്ടും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എടുത്തിട്ട് വെക്ടർ സം എടുക്കണം. അപ്പോൾ ജസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ പോലും ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗൈഡൻസ് തരുന്നതാണ്. നോക്കൂ, ഈ +2 കൂളോം ഈ 1 കൂളോമിനെ റിപ്പൽ ചെയ്യും. സെയിം ചാർജ് ആയതുകൊണ്ട്, സെയിം 2 പോസിറ്റീവ് ആയതുകൊണ്ട് ഇത് റിപ്പൽ ചെയ്യും. ഓക്കെ, റിപ്പൽ ചെയ്യുമ്പോൾ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? റിപ്പൽഷൻ ആകുമ്പോൾ അങ്ങോട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതിനെ ഞാൻ വേണമെങ്കിൽ F1 എന്ന് വിളിക്കാം. ഇനി അതേപോലെ ഈ +2 കൂളോം ഇതിനെ റിപ്പൽ ചെയ്യും. അപ്പോൾ ആ റിപ്പൽസീവ് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെ F2 എന്ന് വിളിക്കാം. ഓക്കെ, F2 എന്ന് വിളിച്ചു. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ വെക്ടർ സമ്മാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇതിൻ്റെ വെക്ടർ സം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ വെക്ടർ സം എടുക്കാനായിട്ട് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ പഠിച്ചിട്ടുണ്ട്, പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ ഈ രണ്ട് വെക്ടറുകളെ ഒരു പാരലോഗ്രാമിൻ്റെ രണ്ട് സൈഡുകളായിട്ട് രേഖപ്പെടുത്തുക
അല്ലേ? അതെങ്ങനെ രേഖപ്പെടുത്തുക? രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കും അതിൻ്റെ നെറ്റ് എഫക്റ്റ്. ഇതിൻ്റെ റിസൾട്ടൻ്റ് എങ്ങനെയാണ്? ഡയഗണൽ വഴിയാണ് നിൽക്കുന്നത്. ഇതാണ് റിസൾട്ടൻ്റ് അല്ലേ? അപ്പോൾ ഇതാണ് ഡയഗണൽ. അപ്പോൾ ഇതിൻ്റെ ഈ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്തിയാൽ മതി. അപ്പോൾ ഇത് കാണാനായിട്ടുള്ള ഇക്വേഷനൊക്കെ നമുക്കറിയാമല്ലേ? എന്താണ്? നെറ്റ് ഫോഴ്സ് F ഈക്വൽ ടു റൂട്ട് ഓഫ് F1 സ്ക്വയർ പ്ലസ് F2 സ്ക്വയർ പ്ലസ് 2F1 F2 കോസ് തീറ്റ ഇത് ഉപയോഗിച്ച് കാണണം. ഇത് ഉപയോഗിച്ചായിരിക്കും ഇതിൻ്റെ ആൻസർ കണ്ടെത്തേണ്ടത്. തീറ്റ എത്രയാണെന്ന് വെച്ചാൽ ഈ രണ്ടെണ്ണത്തിൻ്റെ ഇടയിലുള്ള ആംഗിൾ. ഇത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനിടയിലുള്ള ആംഗിൾ കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് റിസൾട്ടൻ്റ് അവിടെ കാണുന്നത്. ഇനി വേറൊരു ഉദാഹരണം. നമുക്കൊരു റെക്റ്റാങ്കിളിൻ്റെ 4 കോർണറുകളിലായിട്ട് 4 ചാർജുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ കറക്റ്റ് സെൻറ്ററിലുള്ള 1 കൂളോം ചാർജ്, ഇവിടെ ഒരു ചാർജ് വെച്ചിട്ടുണ്ട് 1 കൂളോം. ഇതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് വയ്ക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ 4 ചാർജും ഇതിൽ എക്സർട്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ വെക്ടർ സം എടുക്കണം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഡിസ്റ്റൻസ് നിങ്ങൾ കണ്ടെത്തണം. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡെല്ലാം അറിയാമെങ്കിൽ ഈ ഡിസ്റ്റൻസ് കാണാൻ പറ്റും അല്ലേ? അപ്പോൾ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കാണണമെങ്കിൽ ഇപ്പോൾ ഈ 2 കൂളോം, ഇത് 1 കൂളോമ്പിൽ റിപ്പൽഷനാണ്. അപ്പോൾ ഇതിങ്ങോട്ട് നിൽക്കും അല്ലേ? ഇനി ഈ -2 കൂളോം ഈ 1 കൂളോമിനെ അട്രാക്റ്റ് ചെയ്യും. കാരണം ഇത് നെഗറ്റീവാണ്, ഇത് പോസിറ്റീവാണ്. അപ്പോൾ അതും ഇങ്ങോട്ട് നിൽക്കും. ഇനി ഈ -2 കൂളോം ഈ 1 കൂളോമിനെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ അതിങ്ങോട്ട് നിൽക്കും അല്ലേ? അതേപോലെ ഈ 2 കൂളോം ഈ 1 കൂളോമിനെ റിപ്പൽ ചെയ്യും അല്ലേ? ഇത് റിപ്പൽ ചെയ്യുമ്പോൾ റിപ്പൽസീവ് ഫോഴ്സ് ഇതിൽ ആക്ട് ചെയ്യുന്നത് ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, സോ ഇങ്ങോട്ടൊരു നെറ്റ് ഫോഴ്സ്, ഇങ്ങോട്ടൊരു നെറ്റ് ഫോഴ്സ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് കാണണം. ഓക്കെ, അതിൻ്റെ റിസൾട്ടൻ്റ് ട്രയാങ്കിൾ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. പിടികിട്ടിയോ? ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വച്ചിരിക്കണം. ഈ 2 എക്സാമ്പിൾസും നമ്മൾ ഓർത്ത് വച്ചിരിക്കണം. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, എടുത്തു കഴിഞ്ഞെങ്കിൽ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരുന്നുണ്ട്. ഇത് വളരെ നന്നായിട്ട് പഠിക്കുക. ഇതിൻ്റെ ന്യൂമറിക്കൽസ് ചെയ്യുക. നമ്മൾ ന്യൂമറിക്കൽസിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. ഓക്കെ, ശരി, എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് നൈറ്റ്, ബൈ.